ശരി മാർട്ടിൻ. മറ്റു വാർത്തകൾ നോക്കാം. കോൺഗ്രസ് MP ഹൈബി ഈഡന്റെ ഭാര്യയെ തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ നീക്കം. 25 അംഗ പാനൽ 29 ഉയർത്തിയാണ് അഡ്വക്കേറ്റ് അന്ന ലിൻഡ ഈഡനെ നിയമിക്കാൻ ശ്രമം നടത്തുന്നത്. വരാനിരിക്കുന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിഷയം പരിഗണിക്കും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. ബിജീഷ്, തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ ഈ ഹൈബിയുടെ ഭാര്യയെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണോ? അതിനുവേണ്ടി എന്തെല്ലാം നടപടികളാണ് അവിടെ ഉണ്ടായത്? അത് ഫലം കാണും എന്ന് തന്നെയാണോ? സൈഫുദ്ദീൻ, ഇത് 26/5/2026, അതായത് കഴിഞ്ഞ മെയ് 26 തൃശൂർ കോർപ്പറേഷൻ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ രൂപീകരിച്ചിരുന്നു. 25 അംഗ നിയമവിദഗ്ധരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ആ സംഘത്തെ 29 അംഗ സംഘമാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഇതിന്റെ കാര്യമായിട്ട് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടികൾ, അതായത് കോർപ്പറേഷന്റെ നിയമകാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിനും വിദഗ്ധ ഉപദേശം ചില വിഷയങ്ങളിൽ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തെ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 4 അംഗങ്ങളെ കൂടി സംഘത്തിനകത്ത് കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതാണ് കോർപ്പറേഷന്റെ അവകാശവാദം. ഈ അവകാശവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 4 അഭിഭാഷകരെ കൂടി ഈ കൗൺസിലിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹൈബി ഈഡന്റെ ഭാര്യ കൂടിയായിട്ടുള്ള അന്ന ലിൻഡ ഈഡനെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയം അടുത്ത കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിനകത്ത് പരിഗണിക്കാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലുള്ള കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയിലുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ അംഗം എന്ന രൂപത്തിലാണ് അന്നയെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസ് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിയമനത്തിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ കടക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് വരുന്ന ആക്ഷേപം. ഈ ആക്ഷേപം അത് വലിയ തരത്തിൽ ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ നാളെ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരാനായിരുന്നു ആദ്യ തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ ഇപ്പോൾ നാളത്തെ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത ആഴ്ചയെങ്കിലും ഈ കൗൺസിൽ യോഗം നടക്കേണ്ടതുണ്ട്. ആ കൗൺസിൽ യോഗത്തിനകത്ത് ഈ വിഷയം എന്തായാലും പരിഗണിക്കേണ്ടി വരും. സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ എണ്ണം കൂട്ടുന്നതും ഒപ്പം തന്നെ ഈ അന്ന ലിൻഡ ഈഡനെ ഈ സംഘത്തിനകത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടുത്ത കൗൺസിൽ യോഗം തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയം കോൺഗ്രസിനകത്ത് പുകയുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷവും ഇത് ഏറ്റെടുത്ത് ബന്ധു നിയമനം എന്നുള്ള തരത്തിലേക്ക് അതിനെ ഒരു വിവാദമാക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും രൂപപ്പെട്ടു വരുന്നുണ്ട്.